ന്യായാധിപന്മാർ 16-ാം അധ്യായം. ബാരക്കുമോൻ. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്നു. അവിടെ ഒരു വേശ്യയെ കണ്ടു. അവളുടെ അടുക്കൽ ചെന്നു. ശിംശോൻ അവിടെ വന്നിരിക്കുന്നു എന്നു ഗസ്യർക്ക് അറിവ് കിട്ടി. അവർ വന്നു വളഞ്ഞു അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞു രാത്രി മുഴുവനും അനങ്ങാതെ ഇരുന്നു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു പട്ടണവാതിലിന്റെ കതകും കട്ടങ്ങളാൽ 2 ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്തു. ചുമലിൽ വെച്ചു പുറപ്പെട്ടു ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. അതിന്റെ ശേഷം അവൻ സോരോക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യരുടെ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ നിന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഊതിക്കേണ്ടതിനോ എങ്ങനെ സാധിക്കും എന്ന് അറിഞ്ഞുകൊള്ളുകാം. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചു ഒതുക്കാം എന്നു എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ടും എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ചു ഞാൻ ശേഷം മനുഷ്യനെ പോലെയാകുമെന്ന് പറഞ്ഞു. ഫിലിസ്ത്യരുടെ പ്രഭുക്കന്മാർ ഉണങ്ങാതെ 7 പച്ച ഞാണോ അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ 10 ഇരിപ്പുകാർ പാർത്തിരുന്നു. അവൾ അവനോട്, ശിംശോനെ, ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തിയതുമില്ല. പിന്നെ ദലീല ശിംശോനോട്, നീ എന്നെ ചതിച്ചു എന്ന് ബോഷ്ക് പറഞ്ഞു. നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ടും എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ചു പോകും, ഞാൻ ശേഷം മനുഷ്യനെ പോലെയാകുമെന്ന് പറഞ്ഞു. ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചു. ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. 10 ഇരിപ്പുകാർ ഉൾമുറിയിലുണ്ടായിരുന്നു. അവന് ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്നു അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചു എന്നോട് ബോഷ്ക് പറഞ്ഞു. നിന്നെ ഇതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ തലയിലെ 7 ജടനൂൽവാൽ ചേർത്തു നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചു ഉറപ്പിച്ചു വെച്ചു. അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു നെയ്ത്തുതടികളുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലായിരിക്കാം. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു. നിന്റെ മഹാശക്തി ഏതിലാകുന്നു എനിക്ക് പറഞ്ഞു തന്നതുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവനെ ദിനം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ടു തന്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിനു വിധസ്തനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെയാകുമെന്ന് അവളോട് പറഞ്ഞു. തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫിലിസ്ത്യന്മാരെ വിളിച്ച് ആളെ അയച്ചു. ഇന്ന് വരുവിൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു പണവും കയ്യിൽ കൊടുത്തു. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിച്ച് തലയിലെ ജഡം മുഴുവനും കളഞ്ഞു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ, ശിംശോനെ, ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പലത്തെ പോലെ കുടഞ്ഞൊഴുകിക്കളയുമെന്ന് വിചാരിച്ചു. ഫെലിസ്ത്യർ അവനെ പിടിച്ചു കണ്ണു കുത്തി പൊട്ടിച്ചു ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ടു ബന്ധിച്ചു. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊട്ടിച്ചു കൊണ്ടിരുന്നു. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ, നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ ദേവനായ ദാഗോനു ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും
നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്നും വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ തീർത്തിരുന്നത്. ശിംശോൻ തന്നെ കൈക്ക് പിടിച്ച് ബാല്യക്കാരനോട്, ക്ഷേത്രം നിൽക്കുന്ന തൂണു ചാരി നിൽക്കേണ്ടതിനോ ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞു നിന്നിരുന്നു. സകല ഫെലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ ദൈവമേ. ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിനു ഈ പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുന്തൂണിനും ഒന്ന് വലങ്കൈ കൊണ്ടും മറ്റേത് ഇടങ്കൈ കൊണ്ടും ശിംശോൻ പിടിച്ചു അവരോട് ചാരി, ഞാൻ ഫിലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലൂടെയുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്തു കൊന്നവർ ജീവകാലത്തു കൊന്നവരെക്കാൾ അധികമായിരുന്നു. അവന്റെ സഹോദരന്മാരും പിതൃഭവനുമൊക്കെയും ചെന്നു അവനെ എടുത്തു സ്വരയ്ക്കും എസ്തായോലിനും മധ്യേ അവന്റെ അപ്പനായ മനോഹയുടെ ശ്മശാനത്തിലേക്ക് അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിനു 20 സംവത്സരം ന്യായപാലനം ചെയ്തിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.